ഹായ്, ഇന്ന് നമുക്ക് ചക്കക്കുരു റോസ്റ്റ് ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഓരോ ചക്കക്കുരുവും 4ആയിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ നടുക്കൂടെ ഒന്ന് മുറിച്ച് എന്നിട്ട് ക്രോസായിട്ട് ഇങ്ങനെയും കൂടെ മുറിച്ചെടുക്കാം. ഇങ്ങനെ 4 പീസാക്കിയിട്ട് നമുക്കെടുക്കാവേ. അങ്ങനെ ചക്കക്കുരു എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇടാം. അപ്പം ചക്കക്കുരു എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നെകക്കെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവേ. അപ്പം കുക്കറൊടിഞ്ഞ് വിസിലടിക്കട്ടെ. അപ്പം നമുക്ക് ഇതിനാവശ്യമായ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് വൃത്തിയാക്കിയെടുക്കാവേ. അപ്പം ഞാൻ ഇത്രയും ഒരു പിടിയോളം ചുവന്നുള്ളിയും വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് കൊടുക്കാവേ. അപ്പം നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. ചക്കക്കുരു നമുക്കൊന്ന് വെന്തോന്ന് നോക്കാവേ. ചക്കക്കുരു ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കാരണം എന്ന് വെച്ചാൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലാണ്. എരിവുള്ള മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നോളം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ ചക്കക്കുരു വേവിച്ച വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് വെള്ളം കുറവാണ്. ഇനി ചക്കക്കുരുവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഉള്ളിക്കും മസാലയ്ക്കും ആവശ്യമായ ഉപ്പ് നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ ഇട്ടെങ്കിലും അതിനും കൂടെയുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. കാരണം നമ്മുടെ മസാല ചക്കക്കുരുവിലെല്ലാം പിടിക്കണം. അപ്പം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ചക്കക്കുരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.